ഈ ഒരു റെഡ് ഹൈലൈറ്റഡ് ഏരിയയെ ഇന്ന് ഗ്രേറ്റ് ബ്രിട്ടൻ, യുണൈറ്റഡ് കിങ്ഡം, UK എന്ന പേരിലായിരിക്കും നമ്മളിൽ പലരും അറിയുന്നത്. ഏകദേശം 94,000 സ്ക്വയർ കിലോമീറ്ററിൽ സ്പ്രെഡായിരിക്കുന്ന ഈ ഒരു രാജ്യം ഒരു കാലത്ത് ഈ ലോകം മുഴുവൻ ഭരിച്ചിരുന്നു. നോർത്ത് അമേരിക്ക, ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ്, സൗത്ത് ഏഷ്യ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ ഈ ഒരു രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. ലോകത്തിലെ തന്നെ 1/3 രാജ്യങ്ങളെ തൻ്റെ കോളനിയായി ഭരിച്ച, ഒരിക്കലും സൂര്യൻ അസ്തമിക്കാത്ത ഒരു കിങ്ഡമായിരുന്ന ബ്രിട്ടനിൽ ഇന്നെന്താണ് സംഭവിക്കുന്നത്? ബ്രിട്ടൻ ഇങ്ങനെ പോവുകയാണെങ്കിൽ കൊളാപ്സ് ആകുമോ? അറിയാം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ. നിങ്ങൾ 2024 കണക്ക് നോക്കുകയാണെങ്കിൽ UK ഡെപ്റ്റ് റേറ്റ് എന്നത് GDPയുടെ 99.5%. അതേസമയം തൊട്ടടുത്ത രാജ്യമായ അയർലൻഡിൻ്റേത് 43%, ജർമ്മനിയുടേത് 64%. കഴിഞ്ഞ 30 വർഷത്തെ കണക്ക് പരിശോധിച്ചാൽ ഇന്ന് UKയിലെ ഗ്യാങ് വയലൻസും ഹോംലെസ്നെസ്സും വളരെയധികം ഉയർന്നിരിക്കുകയാണ്. ഒരു കാലത്ത് വളരെയധികം സ്റ്റേബിളായിരുന്ന ഈ ഒരു രാജ്യം ഇന്ന് ഒട്ടും തന്നെ സ്റ്റേബിളല്ല. കഴിഞ്ഞ 40 വർഷത്തിനിടയിൽ ഏറ്റവും ഉയർന്ന ഇൻഫ്ലേഷൻ റേറ്റാണ് ഇന്ന് UKയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുക. 6ാമത്തെ ഏറ്റവും വലിയ എക്കോണമിയായ UKയിൽ ഇന്ന് വളരെ വലിയ തോതിലാണ് പോവർട്ടി നിങ്ങൾക്ക് കാണാൻ കഴിയുക. 2 million people in the UK go without food for at least one day in a month. And if you remove London from the UK, the country is as poor as Mississippi, which is the poorest state of America. NHS എന്ന UKയിലെ ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഇന്ന് വളരെ വലിയ ക്രൈസിസ് ആണ് നേരിടുന്നത്. അതായത് ആവശ്യക്കാരായ ആളുകൾ പോലും ഇപ്പോഴും വെയിറ്റിംഗ് ലിസ്റ്റിൽ. ഏകദേശം 8 മില്യൺ ആളുകൾ ക്രിട്ടിക്കൽ സ്റ്റേജിലായിട്ടും ഇപ്പോഴും വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. ഇത് ഒരൊറ്റ ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രമല്ല, മറ്റെല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും നിങ്ങൾക്ക് കാണാൻ കഴിയും. ക്രൈം റേറ്റ് ആണെങ്കിലും ട്രാൻസ്പോർട്ട് ഇഷ്യൂ ആണെങ്കിലും ഇന്ന് UKയിൽ വളരെ കൂടുതലാണ്. ഒരു വേഴ്സ്റ്റ് ഡെവലപ്ഡ് നേഷനാണ് ഇന്ന് UK. നടുറോട്ടിൽ ജനങ്ങൾ കാറുകൾ കത്തിക്കുന്നു, പ്രൊട്ടസ്റ്റുകൾ നടത്തുന്നു, ഇമിഗ്രൻസിനെ കൊല്ലാൻ ശ്രമിക്കുന്നു. എലോൺ മസ്ക് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഒരു രാജ്യത്ത് സിവിൽ വാർ ഉണ്ടാകാനുള്ള ചാൻസസിനെ പറ്റി ട്വീറ്റ് ചെയ്ത് പറഞ്ഞതാണ്. എന്താണ് ഈ ഒരു രാജ്യത്തിന് സംഭവിച്ചത്? എന്തെല്ലാം തെറ്റുകളാണ് ബ്രിട്ടൻ ചെയ്തു കൂട്ടിയത്? അതിൻ്റെ അനന്തരഫലമാണോ ഇന്ന് ബ്രിട്ടൻ അനുഭവിക്കുന്നത്? അറിയാം ഈ ഒരു വീഡിയോയിൽ. ഈ ഒരു ചരിത്രം ആരംഭിക്കുന്നത് 2016 യൂറോപ്യൻ യൂണിയനിൽ നിന്നും UK പുറത്തു വരുന്നു. 51% ബ്രിട്ടീഷ് ജനതയുടെയും സപ്പോർട്ടോടുകൂടി യൂറോപ്യൻ യൂണിയനിൽ നിന്നും UK പുറത്തു വരുന്നു. ഇതിനെ ബ്രെക്സിറ്റ് എന്നാണ് വിളിക്കുന്നത്. യൂറോപ്യൻ യൂണിയനിൽ നിന്നും എന്തുകൊണ്ട് UK പുറത്തു വന്നു എന്നറിയുന്നതിന് മുൻപ് തന്നെ എന്തുകൊണ്ടാണ് യൂറോപ്യൻ യൂണിയൻ ഉണ്ടായത് എന്ന് നിങ്ങൾ അറിയണം. അതായത് വേൾഡ് വാർ 2 ശേഷം യൂറോപ്യൻ രാജ്യങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. ഇങ്ങനെ പരസ്പരം കലഹിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് പ്രോഗ്രസ് എന്നതുണ്ടാക്കാൻ കഴിയുകയില്ല. ഇങ്ങനെ പരസ്പരം കലഹിച്ചാൽ മിലിറ്ററി ഉണ്ടാക്കാനും ബോർഡർ മെയിൻറ്റെയിൻ ചെയ്യാനുമായി നമ്മുടെ മുഴുവൻ പൈസയും തീരും. അതുകൊണ്ട് തന്നെ ഒരു പുതിയ റീഫോം കൊണ്ടുവരാൻ യൂറോപ്യൻ രാജ്യങ്ങൾ തീരുമാനിച്ചു. നിങ്ങൾ വേൾഡ് മാപ്പ് പരിശോധിച്ചാൽ യൂറോപ്യൻ രാജ്യങ്ങൾ ചെറുതും പരസ്പരം കണക്റ്റഡുമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് ഈ ഒരു കണക്ഷനെ അവർ മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിച്ചു. 1952 ഈ 6 രാജ്യങ്ങൾ, ബെൽജിയം, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ലക്സംബർഗ്, നെതർലൻഡ് തുടങ്ങിയ രാജ്യങ്ങൾ ചേർന്ന് യൂറോപ്യൻ കോൾ ആൻഡ് സ്റ്റീൽ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തു. ഈ ഒരു ഫോർമേഷൻ ഈ ഒരു രാജ്യങ്ങളുടെ ഇക്കോണമിയെ വളരെ വേഗത്തിൽ ബൂസ്റ്റ് ചെയ്തു. വേൾഡ് വാർ 2 മൂലം ഫ്രാൻസിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ വളരെയധികം തകർന്നിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നപ്പോൾ ജർമ്മനിയാണ് വേണ്ട റോ മെറ്റീരിയൽസ് നൽകി ഫ്രാൻസിനെ സഹായിച്ചത്. ഇവിടെ നോക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞ ചെലവിൽ ഫ്രാൻസിന് റോ മെറ്റീരിയൽസും ലഭിച്ചു. കൂടാതെ ജർമ്മനിക്ക് ഒരു ബയറിനെയും കിട്ടി. തൊട്ടടുത്തുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ചാർജും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ വ്യത്യസ്തങ്ങളാർന്ന രാജ്യങ്ങളിൽ നിന്നും പരസ്പരമുള്ള സഹായത്താൽ ഇവർക്ക് ഗ്രോ ചെയ്യാൻ സാധിച്ചു. കൂടാതെ ഹൈ വാല്യുബിൾ മാർക്കറ്റും ഇവർക്ക് ഫോം ചെയ്യാൻ കഴിഞ്ഞു. ഈ 6 രാജ്യങ്ങളും പരസ്പരം യാതൊരുവിധ ടാക്സസും കോൺഫ്ലിക്റ്റുകളുമില്ലാതെ വളരെ വേഗത്തിൽ ഗ്രോ ചെയ്തു. ഈ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഗ്രോത്ത് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെയും ഈ ഒരു യൂണിയനിലേക്ക് ആകർഷിച്ചു. 1993 ആയപ്പോഴേക്കും 12ലധികം യൂറോപ്യൻ രാജ്യങ്ങൾ യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമായിരുന്നു. യൂറോപ്യൻ യൂണിയനിൽ അങ്ങനെ ശക്തിശാലികളായ യൂറോപ്യൻ രാജ്യങ്ങൾ വന്നു തുടങ്ങി. ഇത് മറ്റു രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കി യൂറോപ്യൻ രാജ്യങ്ങളെ വളരെ വേഗത്തിൽ ഉയരാൻ സഹായിച്ചു. ഇവിടെയാണ് മറ്റൊരു പ്രധാന പോയിന്റ് വരുന്നത്. നിങ്ങളിപ്പോൾ യൂറോപ്യൻ യൂണിയനിൽ UKയിലാണ് എന്ന് സങ്കല്പിക്കുക. നിങ്ങൾക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് ജോലിയുടെ ആവശ്യത്തിനോ വ്യവസായത്തിൻ്റെ ആവശ്യത്തിനോ വേണമെങ്കിൽ പോകുവാൻ കഴിയും. ഇതിന് നിങ്ങൾക്ക് ടാക്സോ മറ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുക്കേണ്ടതില്ല. അതായത് നിങ്ങൾക്ക് ഗ്രീസിൽ നിന്ന് ഫർണിച്ചർ UKയിലേക്ക് കൊണ്ടുപോകണം. അതിനായി നിങ്ങൾക്ക് എക്സ്ട്രാ ടാക്സോ പേയ്മെൻറ്റോ ഒന്നും തന്നെ നടത്തേണ്ടതില്ല. യൂറോപ്യൻ യൂണിയൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഏതായിരുന്നെന്നാൽ ഇവർക്ക് നെഗോസിയേഷൻ പവർ വളരെയധികം കൂടുതലായിരുന്നു.
അതായത് UK-യും റഷ്യയും തമ്മിലാണ് ട്രേഡെങ്കിൽ പോലും ഈ ഒരു UK ഉൾപ്പെടുന്ന യൂറോപ്യൻ യൂണിയൻ്റെ മുഴുവൻ തീരുമാനങ്ങളുമായിരിക്കും റഷ്യയ്ക്ക് കേൾക്കേണ്ടതായി വരിക. അതായത് റഷ്യയ്ക്ക് അത് അംഗീകരിക്കേണ്ടതായി വരും. ഇത്രയെല്ലാം അഡ്വാൻറ്റേജ് ഉണ്ടായിട്ട് കൂടിയും എന്തുകൊണ്ടാണ് UK യൂറോപ്യൻ യൂണിയൻ വിട്ടത്? ഇതിൻ്റെ ഏറ്റവും പ്രധാന കാരണം UK-ക്ക് തോന്നിയത് യൂറോപ്യൻ യൂണിയൻ UK-യെ വളരെയധികം ഉപയോഗിക്കുകയാണ് എന്നാണ്. ഇതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ 2012-നും 2016-നും ഇടയിലായി UK-യുടെ സമുദ്രത്തിൽ നിന്നും യൂറോപ്പ് യൂണിയൻ പിടിച്ചെടുത്ത മത്സ്യങ്ങളുടെ എണ്ണം എന്നത് 7 lakh ടണ്ണിനും മുകളിലായിരുന്നു. അറ്റ് ദ സെയിം ടൈം യൂറോപ്യൻ യൂണിയനിൽ നിന്നും UK-ക്ക് കിട്ടിയത് വെറും 90,000 ടൺ മാത്രം. കൂടാതെ യൂറോപ്യൻ യൂണിയനിൽ UK-യുടെ കോൺട്രിബ്യൂഷൻ ഏകദേശം GDP-യുടെ 17%. എന്നാൽ ഇതിൽ UK-ക്ക് തിരിച്ചു കിട്ടിയത് വെറും 6% മാത്രം. ഇതുപോലെയുള്ള കാരണങ്ങൾ UK-യിലുള്ള ബ്രിട്ടീഷേഴ്സിന് ബാക്കി യൂറോപ്യൻ രാജ്യങ്ങൾ ഇവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണ് എന്നുള്ളൊരു ഫീൽ ഉണ്ടാക്കി. രണ്ടാമത്തെ ഏറ്റവും വലിയ കാരണം ഈസ്റ്റേൺ യൂറോപ്പിൽ നിന്നും മൈഗ്രേറ്റ് ചെയ്ത് പലരും വെസ്റ്റേൺ യൂറോപ്പിലേക്ക് വരുന്നു. അതായത് ഹംഗറി പോലെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും UK-യിലേക്ക് മൈഗ്രേഷൻ വളരെയധികം കൂടിയിരുന്നു. ഈയൊരു മൈഗ്രേഷൻ തന്നെ 2004-ൽ UK-യിലെ ഫോറിൻ പോപ്പുലേഷൻ 5.3 മില്യൺ ആയിരുന്നു. അത് 2021 ആയപ്പോഴേക്കും 9.5 മില്യണായി മാറി. അതുപോലെ തന്നെ 2010-ൽ അറബ് വേൾഡിലെ സിവിൽ വാറുകൾ കാരണം പല ഇമിഗ്രൻസും യൂറോപ്പിലേക്ക് വരാൻ തുടങ്ങി. ഇവരിൽ പലരും സെലക്ട് ചെയ്തത് UK തന്നെയാണ്. അതായത് യൂറോപ്യൻ യൂണിയൻ്റെ പോളിസികൾ UK-ക്കെതിരാണ് എന്ന ചിന്ത ബ്രിട്ടീഷുകാരുടെ ഉള്ളിലുണ്ടാക്കി. ഈയൊരു ഇമിഗ്രേഷൻ UK-യിലെ ഇൻഫ്രാസ്ട്രക്ചറിനെയും ജോബിനെയും വേജസിനെയും വളരെയധികം ബാധിച്ചു. യൂറോപ്യൻ പോളിസികൾ UK-ക്കെതിരാണ് എന്ന ചിന്ത ബ്രിട്ടീഷുകാരുടെ ഉള്ളിൽ സോവറിനിറ്റിക്ക് കാരണമായി. അങ്ങനെ ഇവർ യൂറോപ്യൻ യൂണിയനിൽ നിന്നും പുറത്തിറങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ 2016-ൽ യൂറോപ്യൻ യൂണിയനിൽ നിന്നും റഫറൻഡത്തിൻ്റെ സഹായത്തോടെ UK സ്വതന്ത്രമായി. ഇതോടെ UK-യുടെ ഡൗൺഫോൾ ആരംഭിച്ചു. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ ബ്രെക്സിറ്റിന് ശേഷം UK-യുടെ 25% ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റാണ് കുറഞ്ഞത്. തുടർന്നുണ്ടായ കോവിഡും റഷ്യ-യുക്രൈൻ വാറും വളരെ വലിയ തോതിലാണ് UK-യെ ബാധിച്ചത്. അതായത് റഷ്യ-യുക്രൈൻ വാറിൻ്റെ സമയത്ത് യുക്രൈന് വളരെ വലിയ തോതിൽ UK ഫണ്ടിംഗ് നടത്തിയിരുന്നു റഷ്യക്കെതിരായി. അതുകൊണ്ട് തന്നെ വളരെ വലിയ തോതിലുള്ള സാങ്ഷൻസ് രാജ്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഈ ഒരൊറ്റ കാരണം നാച്ചുറൽ റിസോഴ്സസിൻ്റെ അഭാവം UK-യിലുണ്ടാക്കി. ബ്രെക്സിറ്റിന് മുൻപുള്ള UK-യെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ യൂറോപ്യൻ യൂണിയനുമായി വളരെ വലിയ തോതിൽ ട്രേഡ് നടത്തിയിരുന്ന UK-ക്ക് ഇനി അത് സാധിക്കുകയില്ല. 48% UK-യിലെ ഇമ്പോർട്ടും നടന്നുകൊണ്ടിരുന്നത് യൂറോപ്യൻ യൂണിയനുമായി ആയിരുന്നു. അന്ന് ഇതിന് ടാക്സുകളോ സാങ്ഷൻസോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. തൻ്റെ തെറ്റ് മനസ്സിലാക്കിയ UK യൂറോപ്യൻ യൂണിയനുമായി ഫ്രീ ട്രേഡ് പോളിസി 2020-ൽ സൈൻ ചെയ്തു. ഇത് പ്രകാരം യൂറോപ്യൻ യൂണിയനും UK-യും തമ്മിൽ ഫ്രീ ആയി ട്രേഡ് നടത്താൻ കഴിയും. ഇതിന് ടാക്സസോ സാങ്ഷൻസോ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. എന്നാൽ ഇത് വളരെ ലേറ്റ് ആയിട്ടുള്ള ഒരു തിരിച്ചറിവായിരുന്നു. നിങ്ങൾ UK-യുടെ ഇക്കോണമി പരിശോധിച്ചാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും. UK-യുടെ ഇക്കോണമി എന്നത് സർവീസ് ബേസ്ഡ് ആണ്. അതായത് ഏതൊരു തെറ്റായ തീരുമാനവും സർവീസ് ബേസ്ഡ് ആയിട്ടുള്ളൊരു എക്കോണമിയെ തകർക്കാൻ കാരണമാകും. ഇന്ന് UK-യിലെ വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ലേബർ ഷോർട്ടേജ് നിങ്ങൾക്ക് വളരെ സുഗമമായി കാണുവാൻ കഴിയും. 2024-ലെ തന്നെ റിപ്പോർട്ട് പരിശോധിച്ചാൽ 30,000-ലധികം നേഴ്സുകളുടെ ആവശ്യമാണ് UK-യിലുള്ളത്. UK-യിലെ കറൻസി ഡീവാല്യൂ ആകുന്നു. UK-യുടെ ഇക്കോണമി വളരെ വലിയ ക്രൈസിസ് ആണ് ഇന്ന് നേരിടുന്നത്. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ ഈ ഒരു കാര്യത്തിന് UK-യെ സപ്പോർട്ട് കൂടി ചെയ്യുന്നില്ല. കാരണം യൂറോപ്യൻ യൂണിയനിൽ നിന്നും പുറത്തിറങ്ങിയത് UK-യുടെ സ്വന്തം ഇഷ്ടപ്രകാരമായിരുന്നു. തൊഴിലില്ലായ്മ ഇന്ന് ബ്രിട്ടീഷ് ജനതയെ മറ്റ് ഇമിഗ്രൻസിൻ്റെയും മറ്റ് നാഷണാലിറ്റിയിലുള്ള ജനങ്ങളുടെയും പുറത്തു കയറാനുള്ള ഒരു ലൈസൻസായി മാറിയിരിക്കുന്നു. ഇന്ന് UK-യിൽ നിങ്ങൾക്ക് വ്യത്യസ്തങ്ങളാർന്ന പ്രൊട്ടസ്റ്റുകൾ കാണുവാൻ കഴിയും. എങ്ങനെയാണ് സെൽഫിഷ് ആയിട്ടുള്ള ഒരു തോട്ട് ഒരു രാജ്യത്തിൻ്റെ എക്കോണമിയെ മുഴുവനായി ഇല്ലാതാക്കിയത് എന്ന് ബ്രിട്ടനിൽ നിന്ന് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കുവാൻ കഴിയും. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ബ്രിട്ടൻ എന്ന ഈ ഒരു രാജ്യത്തിൻ്റെ അന്ത്യം കാണുവാൻ കഴിഞ്ഞേക്കാം. ഈ ഒരു വിഷയത്തെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? കമൻറ്റുകളായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ ഓളിൽ എനേബിൾ ചെയ്യുവാനും വീഡിയോയ്ക്കൊരു ലൈക്ക് നൽകി കൂട്ടുകാരുമായി പരമാവധി വീഡിയോ ഷെയർ ചെയ്യുവാനും മറക്കരുത്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതുവരേക്കും എന്നത്തെയും പോലെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ബൈ.